Hello traders, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സീരീസിൽ ഒരുപാട് വീഡിയോസ് ചെയ്തു വരുന്നുണ്ട്. ഒരു 25ൽ കൂടുതൽ വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ്. ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണ് കണ്ടെത്തുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ 2-3 വീഡിയോസ് ആയിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിനെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ മാർക്കറ്റിൽ കണ്ടെത്തുക, ചാർട്ടിൽ എങ്ങനെയാണ് കണ്ടെത്തുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്കുകൾ തന്നെയാണ്. ആൻഡ് യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നതും നിങ്ങൾ ലൈക്കുകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മതി ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അധികം സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ. നമ്മൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ഉപയോഗിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഉണ്ട്. ഒന്ന് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറും ഒന്ന് ഹെഡ് ആൻഡ് ഷോൾഡറും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ആൻഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് അതൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ലൈവ് ആയിട്ടുള്ള ചാർട്ടിൽ പോയിട്ട് ഈ പാറ്റേൺസ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പാർട്സ് ആണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഈ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസും താഴേക്ക് വരുന്നു, ആൻഡ് പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു, ആൻഡ് പ്രൈസ് വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഷോൾഡറാണ്, ഇതിൻ്റെ ഹെഡാണ്, ഇതിൻ്റെ റൈറ്റ് ഷോൾഡറാണ്. ആൻഡ് ഈ രണ്ട് ലോസ് ഇതിൻ്റെ നെക്ക് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളായിരിക്കും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നെക്ക് ലൈനാണ്, ഈ ലോ വന്നിട്ടുള്ള ഈ ഒരു ഏരിയ നെക്ക് ലൈനാണ്. ആൻഡ് ഇതൊരു ലെഫ്റ്റ് ഷോൾഡറാണ്, ഇതൊരു ഹെഡാണ്, ഇതൊരു റൈറ്റ് ഷോൾഡറാണ്. അപ്പോൾ ഹെഡും രണ്ട് ഷോൾഡേഴ്സും ചേർന്നിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു അപ് ട്രെൻഡ് ആയിരുന്നു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോം ആയതിനു ശേഷം പ്രൈസ് ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് അപ് ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈനാണ് നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ശരിക്കും അവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള എന്ത് മത്സരമാണ് അവിടെ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പ്രൈസിനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബയേഴ്സ് സാധിക്കുന്നുണ്ട്. ആൻഡ് ചെറിയ രീതിയിൽ സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബയേഴ്സ് സാധിക്കുന്നുണ്ട്. വീണ്ടും പ്രൈസിന് താഴേക്ക് കൊണ്ടുവരുന്ന സെല്ലേഴ്സ് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത്തവണ തൊട്ട് മുമ്പത്തെ ഹൈയുടെ അത്രയ്ക്ക് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഹൈ പ്രൈസിലേക്ക് പ്രൈസിനെ എത്തിക്കാനായിട്ട് ബയേഴ്സിന് സാധിക്കുന്നില്ല. അതൊരു ലോവർ ഹൈ ആയിട്ടാണ് അവിടെ ഫോം ആവുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, ബയേഴ്സിന് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത്ത് ഇവിടെ എത്തിയപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കുറയുമ്പോൾ അവിടെ സെല്ലേഴ്സ് ആയിരിക്കും, കൂടുതൽ സെല്ലിംഗ് പ്രഷർ ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് സംഭവിക്കുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സിലാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഈ ഒരു ലെഫ്റ്റ് ഷോൾഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഹൈ എന്ന് പറയുമ്പോൾ നോർമലായിട്ടൊരു ട്രെൻഡിൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാവും നമുക്കറിയാം. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഈക്വൽ ആയിട്ടുള്ള ലോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ലോ തന്നെ വേണമെന്നില്ല, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തതായിട്ട് തൊട്ട് മുൻപുള്ള ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കുന്നില്ല, ഒരു ലോവർ ഹൈ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ആൻഡ് അങ്ങനെ വരുമ്പോൾ അവിടെ കൂടുതലായിട്ട് സെല്ലിംഗ് പ്രഷർ ആണ് കൂടി വരുന്നത്. അതായത് ഈ ഹൈ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് വീണ്ടും ബൈയിങ് പ്രഷർ തന്നെയാണ് അല്ലെങ്കിൽ ബയേഴ്സ് തന്നെയാണ് അവിടെ കൂടുതലായിട്ട് ആ കൺട്രോളിലുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ലോവർ ഹൈ ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് പ്രഷറാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ആൻഡ് സെല്ലിംഗ് പ്രഷറാണ് അവിടെ കൂടുതലായിട്ട് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കാണുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് നമ്മളവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ കൂടി ഉണ്ട്. ഒന്നുമില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പ്രൈസ് താഴേക്ക് വരുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നു, ആൻഡ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു.
ഓക്കെ, ഇവിടെ ഒരു ഇവിടെ ഒരു ലോവർ ഹൈ ആണെങ്കിൽ ഇവിടെ ഒരു ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഷോൾഡറാണ്, ഇത് ഇതിൻ്റെ ഹെഡാണ്, ഇതിൻ്റെ വേറൊരു ഷോൾഡറാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ നേരെ തല തിരിഞ്ഞൊരു രൂപം, അതിനെ നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെയും ഈ ഒരു നെക്ക് ലൈൻ ഉണ്ടായിരിക്കും, 2 ഷോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നിന്നും പ്രൈസ് ഈ പറയുന്ന പോലെ ഡൗൺ ട്രെൻഡ് ആയിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ ഒരു അപ്പ് ട്രെൻഡിലേക്ക് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. പ്രൈസിന് താഴേക്ക് കൊണ്ടുപോകുന്നു. സെല്ലേഴ്സാണ് ഒരു ശക്തമായിട്ടുള്ള സെല്ലേഴ്സാണ്, കാരണം ഒരു ഡൗൺ ട്രെൻഡ് ആണ്, സെല്ലേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഒരു ലോവർ ലോ, തൊട്ട് മുൻപുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രൈസ് വീണ്ടും ഒന്ന് മുകളിലേക്ക് പോകുന്നു. ആൻഡ് ഇത്തവണ പ്രൈസിന് ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സെല്ലേഴ്സിന് ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഹയർ ലോ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ബയേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇവിടെ സെല്ലേഴ്സിന് സാധിക്കുന്നില്ല, സെല്ലേഴ്സിന് ഈ ഒരു ലോയിന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. കൂടുതൽ ബയേഴ്സ് കയറി വരുന്നു. സോ ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ മാത്രമാണ്. ആൻഡ് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് മാർക്കറ്റിൽ കണ്ടെത്തുക, നമ്മൾ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് കണ്ടെത്തുക, നമ്മൾ എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ഒരു എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൽ പഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കണമെന്നില്ല മാർക്കറ്റിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുക. ഒരുപാട് നോയ്സുകളും ഒരുപാട് വിക്കുകളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ നിന്നും കൃത്യമായിട്ട് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ അല്ലെങ്കിൽ മറ്റേത് പാറ്റേൺ ആയാലും നമ്മളത് കൃത്യമായിട്ട് കണ്ടെത്തണം. ആ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നത് ആ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടൂൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ ടൂൾ ബോക്സിലേക്ക് പോയി കണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാറ്റേൺസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ പാറ്റേൺസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അപ്പോൾ ആ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ മുതലൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എവിടെ നിന്നാണോ ആ ഒരു മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ ഇവിടെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ആ ഒരു സ്വിംഗ് ഹൈയിൽ ഞാനൊരു ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് അടുത്ത ക്ലിക്ക് ഞാൻ ഇവിടെ ഈ ഒരു ലോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് അടുത്ത ക്ലിക്ക് ഞാൻ ഈ ഒരു ഹെഡ് ഏരിയയിൽ ഈ സ്വിംഗ് ഹയർ ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് അടുത്ത ക്ലിക്ക് ഞാൻ വീണ്ടും ആ ഒരു ലോയിൽ ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് അടുത്ത ക്ലിക്ക് ഞാൻ ഈ ഒരു അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈയിൽ, അതായത് ഒരു ലോവർ ഹൈയിൽ ഞാൻ അടുത്ത ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കിട്ടി. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, അങ്ങനെ നമുക്ക് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് നമ്മുടെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു നെക്ക് ലൈനിൽ ഒരു ബ്രേക്ക് സംഭവിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. കാരണം ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. സോ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ സംഭവിച്ചു, ദെൻ പ്രൈസ് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഏത് രീതിയിലാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെയറിഷ് ക്യാൻഡിലാണ്. സോ നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഞാൻ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് മുകളിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഏത് രീതിയിലാണ് ഈ ഒരു പ്രൈസ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ഇത്രയും നേരം മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന പ്രൈസ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ സംഭവിച്ചതിന് ശേഷം ശക്തമായിട്ട് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കണ്ടെത്താനും അത് ട്രേഡ് ചെയ്യാനും സാധിക്കുക. ഇനി ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എങ്ങനെയാണ് കണ്ടെത്തുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് വരുന്നത് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് പ്രൈസ് ശക്തമായിട്ട് താഴേക്കാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ടൂൾ എടുക്കാം, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ആ ഒരു ടൂൾ എടുക്കാം. ഞാൻ ഇവിടെ മുതൽ ഈ ഒരു ലോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹൈ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും ആ ഒരു ലോവർ ലോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും ആ ഒരു ഹൈയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ലോയല്ല അല്ലെങ്കിൽ നെക്ക് ലൈൻ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ ഇവിടെ നമുക്ക് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള നെക്ക് ലൈനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല നെക്ക് ലൈനായിട്ട് കിട്ടിയിട്ട് നമുക്കൊരു ചെറിയ രീതിയിൽ ഈ രീതിയിലുള്ള ട്രെൻഡ് ലൈനാണ്, ഇത്രയും ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു നെക്ക് ലൈനാണ് കിട്ടിയിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. അതായത് ഈ പറയുന്ന പോലെ ലോവർ ലോസും ഹയർ ലോസുമാണോ ഫോം ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാലോ. ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് അവിടെ ഫോം ആയിട്ടുണ്ടോ നോക്കിയാൽ മതി. നെക്ക് ലൈൻ ഒരേ ലെവലിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ട്രേഡ് എടുത്ത പോലെ തന്നെ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എപ്പോഴാണ് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ വളരെ ശക്തമായിട്ടുള്ളൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കാം.
ആൻഡ് ആ ഒരു നെക്ക് ലൈനിന് താഴെയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡലിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ആൻഡ് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് നമ്മുടെ ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത്ര നേരം താഴോട്ട് വന്നുകൊണ്ടിരുന്നിരുന്ന ആ ഒരു പ്രൈസ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ഫോം ആയതിനു ശേഷം ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് നോക്കാം. ശക്തമായിട്ട് പ്രൈസ് വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോകുന്ന കാണാൻ പറ്റുന്നത്, നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണും കണ്ടെത്താനായിട്ട് സാധിക്കുക. കൃത്യമായിട്ട് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലുള്ള ഹൈസ് ആണ്, ഏത് രീതിയിലുള്ള ലോസ് ആണ് അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ചാർട്ടിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൽ പറഞ്ഞ പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഹെഡും ഷോൾഡറും ഒന്നും നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ കിട്ടില്ല. നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന പോലെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺസ് കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ചാർട്ട് പാറ്റേൺസിൽ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് കണ്ടെത്തുക, അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. ആൻഡ് വീഡിയോയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താനും കൃത്യമായിട്ട് ട്രേഡുകൾ എടുക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിലാണ്.